Next case, we are discussing about a problem in which a square prism having a base side 40 millimeter and height 60 millimeter is resting on HP on its base with one of its vertical face makes an angle of 30 degree with VP. Okay, so a square prism is resting on HP on its base with one of its vertical face which is makes an angle of 30 degree with VP. Okay, then a section plane perpendicular to VP inclined at 45 degree to HP and passing through the axis at a distance of 20 millimeter from its top end. Okay, a cutting plane perpendicular to VP and inclined at 45 degree to HP passing through the prism at a distance of 20 millimeter from its top end. Then it cuts the prism. Okay, so draw the development of the remaining portion of the prism. That's our question. Okay, so നമുക്ക് വേണ്ടത് ഒരു സ്ക്വയർ പ്രിസം ആണ് അല്ലേ? സ്ക്വയർ പ്രിസം എങ്ങനെ ഇരിക്കുന്നത്? സ്ക്വയർ പ്രിസം എങ്ങനെ ഇരിക്കുക? ക്വസ്റ്റ്യൻ എന്താന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP on its base, ബേസിലിരിക്കുന്നു അല്ലേ? ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP on its base. Okay, it is resting on HP on its base with one of its എന്താണ് vertical face with one of its lateral face or vertical face which is inclined at 30 degree to എങ്ങനെയാണ് 30 degree to VP അല്ലേ? 30 degree to VP. അപ്പം ഞാൻ ഈ ഫേസിനെ പിടിക്കുക അല്ലേ? സോ ഈ ഫേസിനെ ഞാൻ പിടിക്കുകയാണ്. സോ ഇത് എങ്ങനെ ഇരിക്കുന്നു? ഇറ്റ് ഈസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു VP ആയിട്ടിരിക്കുന്നു അല്ലേ? ഈ ഫേസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു VP ആയിട്ടിരിക്കുന്നു. ഓക്കെ, സോ ഈ ഫേസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു VP ആയിട്ടിരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ വരച്ചു തുടങ്ങാം? നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും വരയ്ക്കണം അല്ലേ? ആദ്യം എന്താ വരയ്ക്കേണ്ടത്? ടോപ്പ് വ്യൂ വരയ്ക്കുക. ബിക്കോസ് ബേസ് നമുക്ക് കാണുന്നത് ടോപ്പ് വ്യൂയിലാണ്. സോ ഫസ്റ്റ് കേസ് വി വാണ്ട് ടു ഡ്രോ ഇസ് ടോപ്പ് വ്യൂ. ഓക്കെ, സോ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പം എങ്ങനെയാണ്? വൺ ഓഫ് ഹിസ് ബേസ് എഡ്ജ് വിച്ച് ഈസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു VP അല്ലേ? അല്ലെങ്കിൽ വൺ ഓഫ് ഹിസ് എന്താണ് ലാറ്ററൽ ഫേസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു VP എന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ലാറ്ററൽ ഫേസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു VP. ഞാൻ VP ആണെങ്കിൽ 30 ഡിഗ്രി ഈ ഫേസ് അല്ലെങ്കിൽ ഈ ഫേസ് അല്ലേ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു VP ആയിട്ട് നിൽക്കുന്നു അല്ലേ? സോ ദാറ്റ് മീൻസ് നമ്മൾ കാണുമ്പോൾ എന്താ കാണുന്നത്? നമ്മൾ കാണുമ്പോൾ എങ്ങനെ കാണും? ഈ ബേസ് എഡ്ജ് എങ്ങനെയായിരിക്കുക? 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു XY ലൈൻ ആയിട്ടിരിക്കുന്നത് കാണാം അല്ലേ? സോ അത് നമുക്ക് വരയ്ക്കാം. One of his base edge which is 30 degree inclined to XY line. Okay, so it is A, B, C, D, ബോട്ടത്തിൽ E, F, G, H. ഓക്കെ, ഇനി ഇതിന് തന്നെ ഫ്രണ്ട് വരയ്ക്കണം. So it is A dash, B dash, C dash. Sorry, the bottom അല്ലല്ലോ, ഇത് ബോട്ടമിനാണ് EFGH അല്ലേ വേണ്ടത്. സോ ഇവിടെ ഓക്കെ, ആദ്യം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റും വരയ്ക്കാം. സോ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? ഐ തിങ്ക് ഇറ്റ് ഈസ് 60 millimeter. ഓക്കെ, ഹൈറ്റ് 60 millimeter. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ബേസ് എഡ്ജിൻ്റെ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 40 millimeter. 40 millimeter base edge and height
എത്രയാണ് 60 millimeter. സോ ഇവിടെ മാർക്ക് ചെയ്യാം. സോ ഇറ്റ് ഈസ് എ ഡാഷ്, ബി ഡാഷ് ആൻഡ് ഡി ഡാഷ് ദറ്റ് ഈസ് വിസിബിൾ. ദെൻ സി ഡാഷ് വിച്ച് ഈസ് ഓൾസോ വിസിബിൾ. ഡി ഡാഷ് ഇൻവിസിബിൾ ആണ് അല്ലേ. അതുപോലെ തന്നെ ബോട്ടത്തിൽ ഏതൊക്കെയുള്ളത്? ഇറ്റ് ഈസ് ഇ ഡാഷ്, ദെൻ എഫ് ഡാഷ്, ഓക്കെ ഓക്കെ ബി ഡി ഇവിടെയല്ല, ഡി ഡാഷ് ഇൻവിസിബിൾ ആയിട്ടുണ്ട്, വേറെ എഡ്ജ് അല്ലേ. സോ ഡി ഡാഷ് ഇൻവിസിബിൾ ആയിട്ട് വരും. ഓക്കെ ഡി എഫ് സോറി ബി എഫ് സി ജി, ദെൻ ഡി ഡാഷത്തിൻ്റെ ബോട്ടത്തിൽ എച്ച് ഡാഷ്. സോ ഡി ഡാഷ് എച്ച് ഡാഷ്. ഓക്കെ വേണേൽ നമുക്ക് ആക്സിസ് ലൈനും കൂടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കാം. So it is O dash, P dash. Okay. So ഈ റെഡ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ആക്സിസ് ലൈന്. മറ്റേ ഡി എച്ച് ദറ്റ് ഈസ് ഇൻവിസിബിൾ ആണ്. അതുപോലെ തന്നെ ബി എഫ്. സോ ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോവുക? ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഇറ്റ് ഈസ് കട്ടിംഗ് ത്രൂ ദി പ്രിസം at a distance of 20 millimeter, അല്ലേ, from the top. It is cutting through the axis at a distance of 20 millimeter from its top base. Top base നിന്ന് 20 millimeter ബോട്ടത്തിൽ കൂടി നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോകും അല്ലേ. എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്ന പ്ലെയിൻ ആണ്? ഐ തിങ്ക് ഇറ്റ് ഈസ് 45 ഡിഗ്രി അല്ലേ. സോ ഇറ്റ് ഈസ് കട്ടിംഗ് പ്ലെയിൻ ഇൻക്ലൈൻഡ് ആയിട്ട് 45 ഡിഗ്രി ടു എച്ച് പി അല്ലേ. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു എച്ച് പി ആയിട്ടിരിക്കുന്ന കട്ടിംഗ് പ്ലെയിൻ ആണ്. സോ എന്ത് ചെയ്യാം? കട്ടിംഗ് പ്ലെയിൻ നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യണം. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കുന്ന ഈ പ്ലെയിൻ വരച്ചു. ഇറ്റ് ഈസ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കട്ടിംഗ് പ്ലെയിൻ അല്ലേ. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കട്ടിംഗ് പ്ലെയിൻ. സെക്ഷൻ പ്ലെയിൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ ഇനി കട്ട് ചെയ്യുന്ന പോയിന്റ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം അല്ലേ. ഇതോടെയൊക്കെയാണ് കട്ട് ചെയ്ത് പോവുക. ഇറ്റ് ഈസ് കട്ടിംഗ് ത്രൂ AE, so that is 1 dash. Then cutting through BF, that is 2 dash. Then cutting through BC, so that is 3 dash. Then cutting through CD, so that is invisible ആണ്. So നമുക്ക് represent ചെയ്യാം, that is 4 dash. Then പിന്നെ ഇതോടെ പോവുക. പിന്നെ ഇത് ബാക്കി കട വന്നു, കട്ടിങ് ബാക്കി കട വന്ന് 4 ഡാഷ് കട്ട് ചെയ്തു. പിന്നെ ഓൾസോ ഇറ്റ് ഈസ് കട്ടിങ് ത്രൂ ഡി എച്ച് അല്ലേ. സോ ഡി എച്ച് കട്ട് ചെയ്തു അല്ലേ. ദാറ്റ് ഈസ് ഓൾസോ ഇൻവിസിബിൾ. സോ 4 ഡാഷ് ആയി. ഇറ്റ് ഈസ് 5 ഡാഷ് അല്ലേ. സോ ഈ പോയിന്റ്സ് ഓരോന്നും നമ്മൾ കട്ടിങ് കാണിച്ചു. ഓക്കെ ഇനി എന്ത് ചെയ്യണം? നമുക്കിതിനെ ഡെവലപ്പ് ചെയ്യണം. സോ ആദ്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാറ്റർ സർഫസ് ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ. ഏതിൻ്റെ ലാറ്റർ സർഫസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം? ഈ പറഞ്ഞ സ്ക്വയർ പ്രിസത്തിൻ്റെ ലാറ്റർ സർഫസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. സോ എത്രയായിരിക്കും ഈ ഹൈറ്റ്? എത്രയാണ്? ഇത് 60 അല്ലേ. സോ 60 ആണ്. സോ നമ്മൾ ഹൈറ്റ് 60. ഇനി ഈ ടോട്ടൽ ലെങ്ത് എത്ര വരും? എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ട്. ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയാണ്? 40 millimeter. സോ 40 into 4 അല്ലേ. 40 into 4. സോ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 60 തന്നെ ഹൈറ്റ് ഓഫ് ദി പ്രിസം. ദെൻ ഈ ലെങ്ത് എന്ന് പറയുന്നത്
That is 40 into 4 അല്ലേ? 40 into 4 4 സൈഡ്സ് ഉണ്ട്. സോ ഇനി ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. So it is A, B, C, D, A. ബോട്ടത്തിൽ E, F, G, H, E. ഓക്കെ, ഇനി എപ്പോഴും നമുക്ക് ഈ ബോട്ടം ബേസും ടോപ്പ് ബേസും കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്ന ലാറ്റസ് സർഫസിൻ്റെ മാത്രം ഡെവലപ്മെൻറ്റ് ചോദിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലാറ്റസ് സർഫസ് മാത്രം കാണിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ നമുക്ക് ഈ കേസിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ബോട്ടം ബേസും ടോപ്പ് ബേസും കൂടെ കാണിക്കാം. ഓക്കെ, സോ ഇറ്റ് ഈസ് കട്ടിങ്, എവിടെയാണ് കട്ട് ചെയ്തത്? ഇറ്റ് ഈസ് ഓക്കെ. സോ ഞാനിവിടെ ടോപ്പ് ബേസ് ഇവിടെ കാണിക്കുക. ദറ്റ് ഈസ് സോ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 40 അല്ലേ? 40/40 അല്ലേ? A, B, C, D. സോ ടോപ്പ് ബേസ് കാണിച്ചു. ഇതുപോലെ തന്നെ ബോട്ടം ബേസ് നിങ്ങൾക്ക് കാണിക്കാം. സോ E, F, G, H. ഓക്കെ, ഇനി നമുക്ക് കട്ടിംഗ് പോയിന്റ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. സോ കട്ടിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് 1' എവിടെയുണ്ട്? ഇറ്റ് ഈസ് കട്ടിങ് ത്രൂ AE കട്ട് ചെയ്യുന്നു. ദറ്റ് ഈസ് 1' അല്ലേ? 1' എവിടെയാണ്? എയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? A1 ഡിസ്റ്റൻസ് എടുത്തു അല്ലേ? ഈ ലെങ്ത് ഇത് തന്നെയാണ്, 60 തന്നെയാണ്. ഈ 60 തന്നെയാണ് ഇവിടെ, ആ 60 തന്നെയാണ് ഈ 1' റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത പോലെ നേരത്തെ കേസിനകത്ത് നമുക്ക് ലാറ്ററൽ എഡ്ജ് കാണത്തില്ലായിരുന്നു അല്ലേ? നമ്മുടെ സ്ക്വയർ പിരമിഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തതിനകത്ത് നമുക്ക് അതിൻ്റെ ആക്ച്വൽ ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത് നമുക്ക് അതിനകത്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യത്തില്ലായിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് ഇത് ആക്ച്വൽ ഈ ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്തിൽ തന്നെയാണ് ഈ പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കേസ് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ എന്ത് ചെയ്യുക? A1 ഡിസ്റ്റൻസ് എടുത്തു. സോ എവിടെയാണ്? എയിലേക്ക് മാർക്ക് ചെയ്തു. A1 ഡിസ്റ്റൻസ് എടുത്തു, മാർക്ക് ചെയ്തു. ദാറ്റ് ഈസ് 1. ദെൻ B2 അല്ലേ? സോ B2 ഡിസ്റ്റൻസ് എടുത്തു, മാർക്ക് ചെയ്തു. B2 ഡിസ്റ്റൻസ് എടുത്തു, മാർക്ക് ചെയ്തു. ദാറ്റ് ഈസ് 2. 1, 2, 3 is on BC അല്ലേ? ഇത് ഒരു അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ നമുക്ക് എങ്ങനെ ഈ 3 and 4 ഈ പോയിന്റ്സ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? സോ ഇവിടെ നമുക്ക് ഇത് ഈ BC അല്ലെങ്കിൽ CD ഈ എഡ്ജസ് ഒക്കെ എങ്ങനെ നിൽക്കുക? ദാറ്റ് ഈസ് ഇൻക്ലൈൻ ടു VP ആയിട്ട് നിൽക്കുക. നോക്കിയേ, CD and BC വിച്ച് ഈസ് ഇൻക്ലൈൻ ടു VP ആയിട്ട് നിൽക്കുക. സോ ഇവിടെ നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും? ഈ പോയിന്റിനെ നമുക്ക് ഈ ടോപ്പ് വ്യൂയിലേക്ക് പ്ലോട്ട് ചെയ്യാം അല്ലേ? ഈ പോയിന്റിനെ നമുക്ക് ടോപ്പ് വ്യൂയിലേക്ക് പ്ലോട്ട് ചെയ്താൽ എന്താ കാണാൻ പറ്റുക? സോ 3 and 4 അല്ലേ? 3', 4'. നമുക്ക് ടോപ്പ് വ്യൂയിലേക്ക് ഇതിനെ പ്ലോട്ട് ചെയ്താൽ നോക്കിയേ, എവിടെയാ ഉള്ളത്? 3 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാ ഉള്ളത്? ഇറ്റ് ഈസ് ഓൺ BC-യിലാണ് 3 ഉള്ളത്. സോ ദാറ്റ് ഈസ് 3. 4 എവിടെയാ ഉള്ളത്? ഇറ്റ് ഈസ് ഓൺ CD എന്ന് പറയുന്ന എഡ്ജിലാണ് നമുക്ക് 4 ഉള്ളത് അല്ലേ? സോ ഇതിനെ ടോപ്പ് വ്യൂയിലേക്ക് പ്ലോട്ട് ചെയ്യാം. സോ ടോപ്പ് വ്യൂയിലേക്ക് പ്ലോട്ട് ചെയ്ത് നമുക്ക് എന്താണ്? സോ ഇത് എത്രയാണ്? ഈ ലെങ്ത് എത്രയാണ്? BC-യുടെ ലെങ്ത് എത്രയാണ്? 40 തന്നെ അല്ലേ? സോ ഇവിടെ നിങ്ങൾ ടോപ്പ് വ്യൂയിലേക്ക് ഇതിനെ പ്ലോട്ട് ചെയ്ത് ടോപ്പ് വ്യൂയിൽ B3 ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, ടോപ്പ് വ്യൂയിൽ B3 ഡിസ്റ്റൻസ് എടുക്കുക. സോ ടോപ്പ് വ്യൂയിൽ B3 ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, സോ ടോപ്പ് വ്യൂ B3 ഡിസ്റ്റൻസ് എടുക്കുക. ഇനി 4 എവിടെയുണ്ട്? 4 ഇവിടെ അല്ലേ? ഇതാ 4ൻ്റെ പോയിന്റ്. സോ ഇതെവിടെയാണ്? CD അല്ലേ? CD-യുടെ ലൈനിലാണ് 4. സോ C4 ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, സോ ഈ C4 ഡിസ്റ്റൻസ് എടുക്കുക. C4 ഡിസ്റ്റൻസ് വേണം ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ. സോ ഈ C4 ഡിസ്റ്റൻസ് എടുക്കുക. സോ C4 ഡിസ്റ്റൻസ് വേണം ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ അല്ലേ? സോ ഇറ്റ് ഈസ് 4. ഓക്കെ,
മനസ്സിലായെന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയേ 3, 4 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കട്ടിങ് ത്രൂ ഇസ് ബേസ് എഡ്ജസ് അല്ലേ, ബേസ് എഡ്ജസിൽ കൂടിയാണ് കട്ട് ചെയ്ത് പോകുന്നത്. ഇവിടെ നോക്കിയേ ഈ ബേസ് എഡ്ജസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പാരലൽ ടു വി പി. ഇപ്പോൾ പാരലൽ ടു വി പി ആയിട്ടാണ് ഇരിക്കുക, അല്ല. സോ ഇറ്റ് ഈസ് ഇൻക്ലൈൻ ടു വി പി ആയിട്ട് നിൽക്കുക അല്ലേ. ഇൻക്ലൈൻ ടു വി പി ആയിട്ട് നിൽക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഇതിൻ്റെ ട്രൂ ലെങ്ത് നമുക്കിവിടെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് B', 3' എന്ന് പറയുന്നത് ആയിരിക്കുകയില്ല കറക്റ്റ് ആ 3യുടെ പോയിന്റ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതേ പിടിച്ച് ടോപ്പ് വ്യൂയിലേക്ക് പ്ലോട്ട് ചെയ്യുക. സോ ടോപ്പ് വ്യൂയിൽ 3 ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, സോ ഈ B3 ഡിസ്റ്റൻസ് എടുക്കുക. സോ ഈ B3 ഡിസ്റ്റൻസ് എടുക്കുക, ഇത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 4ഉം മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഏത് പോയിന്റാണ് മാർക്ക് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് 5 എവിടെയാണ്? ഇറ്റ് ഈസ് ഓൺ DHയിലുണ്ട് 5. സോ ആ സെയിം ഡിസ്റ്റൻസ് തന്നെ മാർക്ക് ചെയ്യുക. സോ DHയിൽ ഈ 5 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. സോ DHയിലുണ്ട് 5. സോ 5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക അല്ലേ. ഇത്രയല്ലേ ഉള്ളോ? ഇനി 1 തന്നെ മാർക്ക് ചെയ്യുക. ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. 1 ഇറ്റ് ഈസ് ഓൺ AE അല്ലേ. 1. സോ എന്തായിരിക്കും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്? 1 2 2 3 3 4 4 5 then 5 1 അല്ലേ. ഇനി ഈ ബോട്ടം കട്ടിങ്ങും കൂടെ നമുക്ക് വേണമെങ്കിൽ ടോപ്പ് കട്ടിങ്ങും കൂടെ നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. 3 4 എവിടെ കട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് 3 4. നമ്മൾ ഇവിടെ 4 ഇവിടെ ഓൾറെഡി ഈ ടോപ്പ് ബേസിലൊരു കട്ടുണ്ട് അല്ലേ. സോ 4 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഓൾറെഡി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 3 കൂടെ നമുക്ക് വേണമെങ്കിൽ ടോപ്പിൽ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. 3 എന്ന് പറയുന്നത് എവിടെയാണ്? സോ 3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കട്ടിങ് ഓൺ എവിടെയാണ്? BC അല്ലേ. സോ ഈ B3 ഡിസ്റ്റൻസ് എടുക്കുക. സോ B3 ഡിസ്റ്റൻസ് എടുക്കുക. സോ B3 ഡിസ്റ്റൻസ് എടുത്ത് BCA B3 ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് 3 അല്ലേ. സോ BCയിലാണ് 3 അല്ലേ. ഇത്രയും പോർഷൻ കാണും അല്ലേ. ബാക്കി എന്താണ് ഇത്? ഈ പോർഷൻ ബേസിലെ ഈ പോർഷൻസ് കട്ടായി പോയി അല്ലേ. ഇപ്പം നിലവിലുള്ള ഇത്രയും പോർഷൻസ്, അതായത് ഈ പോർഷൻസ് ഇവിടെ നിൽപ്പുണ്ട് അല്ലേ. നോക്കിയേ, ടോപ്പിൽ ഇത്രയും പോർഷൻസ് നിൽപ്പുണ്ട്, ബാക്കിയുള്ള ഇത് കട്ടായി പോയി അല്ലേ. പിന്നെ ബാക്കി റിമൈനിങ് ആയിട്ട് നിൽക്കുന്ന എന്തിനുണ്ട്? ബോട്ടത്തിൽ ബാക്കിയുള്ള എല്ലാ കേസസും ഉണ്ട്. അല്ലേ. ഇത്രയും പോർഷൻസേ ഉള്ളൂ ഇവിടെ. ലാറ്റർ ഫേസിൽ ഇത്രയും കട്ട് ചെയ്ത് പോയി, ബേസിൻ്റെ ഇത്രയും കട്ട് ചെയ്ത് പോയി അല്ലേ. ബാക്കി ഇത്രയും പോർഷൻസ് റിമൈനിങ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ബോട്ടം ഇതെവിടെ നിൽപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി ഇതിനകത്ത് നോക്കി ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇനിയും ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ, ഇതുപോലെ തന്നെ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുവാണ്. എ ഹെക്സാഗണൽ പ്രിസം ഓഫ് 20 mm base, 60 mm height, resting on its base on HP such that 2 base edges are perpendicular to VP. 2 base edges are perpendicular to VP. It is cut by a surface which is inclined at 50 degree to HP and perpendicular to VP. So this plane passing through the axis at a distance of 20 mm from the ground plane. Okay, for the development of the bottom portion. Okay, അപ്പം ഇത് is a practice problem ആണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിസം എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം. എങ്ങനെയിരിക്കുക? 2 of its lateral faces which is perpendicular to VP. സോ ഞാൻ VP ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അല്ലേ, ഈ എഡ്ജും ഈ ഫേസും ദാറ്റ് മീൻസ് ഈ 2 എഡ്ജസും പെർപെൻഡിക്കുലർ ടു XY ലൈനായിട്ട് നിൽക്കുക. സോ ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുന്നു, ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു. പിന്നെ കട്ടിംഗ് പ്ലെയിൻ എങ്ങനെയാണ് പാസ് ചെയ്ത് പോവുക? ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദി ആക്സിസ് അറ്റ് ആൻ ആംഗിൾ 50 degree to HP അല്ലേ. 50 degree ഇൻക്ലൈൻ ടു HP ആയിട്ടിരിക്കുന്ന ഒരു കട്ടിംഗ് പ്ലെയിൻ അല്ലേ. സോ അത് പാസ് ചെയ്ത് പോകുന്നു ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 mm ഫ്രം ദി ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് 20 mm കട്ട് ചെയ്ത് പോവുക അല്ലേ. സോ മിക്കവാറും ഇത് ബോട്ടം ബേസ് അഡ്ജസ്റ്റിൽ കൂടെ പാസ് ചെയ്ത് പോകാനാണ് ചാൻസ്. സോ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് പ്രോബ്ലം ചെയ്ത് നോക്കുക. ഓക്കെ.